ക്രിക്കറ്റ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവസാനത്തേതും മൂന്നാമത്തേതുമായ ഇന്നത്തെ ഏകദിനത്തിൽ ശ്രീലങ്കയോട് ഒരു കനത്ത തോൽവിയാണ് ഇന്ത്യൻ ടീം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 249 റൺ പിന്തുടർന്ന ഇന്ത്യ വെറും 138 റണ്ണിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇതോടുകൂടി 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് ഒരു ഏകദിന പരമ്പര കൈവിട്ടു എന്നൊരു നല്ലൊരു വാർത്ത കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആരാധകരെ വളരെയധികം ഒരു ദുഃഖത്തിൽ ആഴ്ത്തിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഗംഭീർ കോച്ചായിട്ട് ആദ്യമായിട്ടുള്ള ഒരു ഏകദിന പരമ്പര കൂടിയായിരുന്നു. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാച്ചായിരുന്നു ഇന്ന് നമ്മൾ മാച്ച് വിൻ ചെയ്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏകദിന പരമ്പര ടൈ എങ്കിലും ആക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ 6 ബാറ്റ്സ്മാൻമാർ പോലും 2 അക്കം കാണുവാനായിട്ട് ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആകെ ഒരു ആവറേജ് പെർഫോമൻസ് എടുത്തതെന്ന് പറയാൻ തന്നെ 35 റണ്ണുമായിട്ട് നമ്മുടെ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ 25 റണ്ണുമാണ്. നമ്മുടെ മധ്യനിര ബാറ്റ്സ്മാൻമാരൊക്കെ വളരെ ശരാശരിക്കും താഴെയുള്ള പെർഫോമൻസാണ് നടത്തിയിട്ടുള്ളത്. പന്ത്, ശ്രേയർ, അതുപോലെ തന്നെ ദുബെ വളരെ മോശം പ്രകടനമാണ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ നടത്തിയിട്ടുള്ളത്. ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സഞ്ജുവിനെ പോലുള്ള എത്രയോ കഴിവുള്ള ബാറ്റ്സ്മാൻമാർ പുറത്തിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ആളുകൾ കയറി ഈ പെർഫോമൻസ് നടത്തുന്നത്. മാച്ചിന് ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഈ ഒരു ഏകദിന പരമ്പര തോറ്റത് കൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല, ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അത് അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം വളരെ ശരാശരിക്കും താഴെ മാത്രമാണ്. ഇപ്പോൾ ഗംഭീർ പുതിയൊരു കോച്ചായിട്ട് വന്നപ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം നമ്മളെ വളരെ ടാലൻറ്റഡായ സഞ്ജുവിനെ പോലുള്ള പ്ലേയേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഗംഭീർ വരുമ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ ആ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന ടൂർണമെൻറ്റുകളിലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീം ശക്തമായിട്ട് തന്നെ തിരിച്ചു വരണം. എന്താണെങ്കിലും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.